TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജിയിലെ അനിമൽ കിങ്ഡം എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അനിമൽ കിങ്ഡത്തിലെ ആദ്യത്തെ ഫൈലമായ ഫൈലം പോറിഫെറയെ കുറിച്ചാണ്. പോറിഫെറ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പോർ ബിയറിംഗ് അനിമൽസ് എന്നാണ്. അതായത് ഈ അനിമൽസിൻ്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ടാകും, ഹോളുകളുണ്ടാകും. ഈ ഒരു അനിമൽസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കൂടുതലും കാണുന്നത് കടലിൽ കാണുന്ന ജീവികളാണ്. എന്നാൽ ഫ്രഷ് വാട്ടറിലും അപൂർവമായിട്ട് പോറിഫെറയിൽ വരുന്ന അനിമൽസ് കാണാറുണ്ട്. കൂടുതലും എന്നാൽ കാണുന്നത് കടലിലാണ് ഇവ കൂടുതലും കാണുന്നത്. കണ്ടാൽ ശരിക്കും നമുക്കൊരു അനിമലാണ് എന്ന് തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു ശരീരപ്രകൃതിയല്ല ഇവയ്ക്കുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെല്ലുകളുടെ ഒരു അഗ്രിഗേഷൻ, ഒരു കൂട്ടം എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഓർഗൻസ് ഒന്നുമില്ല. ഹാർട്ടോ, ലിവറോ, ലങ്സോ, ബ്രെയിനോ അങ്ങനെ ഒന്നും ഒരു ഓർഗൻ ഒന്നും ഇല്ലാത്ത കുറേ സെല്ലുകളുടെ ഒരു കൂട്ടം. അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അനിമൽസാണ് പോറിഫെറ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് അനിമൽസ്. അപ്പോൾ ഈ അനിമൽസിൻ്റെ പെക്യൂലിയാരിറ്റീസിനെ കുറിച്ച് നോക്കാം. ഈ അനിമൽസിനെ കുറിച്ച് പറയുമ്പോൾ കോമൺലി ഇവയെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചസ്. അപ്പോൾ കാരണം ഇവ കാണുമ്പോൾ ഏകദേശം സ്പോഞ്ച് ലൈക്ക് ലുക്കിലിരിക്കും. അവയെ കാണാൻ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കൊണ്ട് അവയെ സാധാരണ വിളിക്കുന്ന പേര് സ്പോഞ്ചസ് എന്നാണ്. മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. സ്പോഞ്ചസ് എന്നാണ് ഇവയെ സാധാരണ വിളിക്കുന്നത്. ഇവ അസിമെട്രിക്കൽ അനിമൽസാണ്. മറൈനാണെന്ന് പറഞ്ഞു. മോസ്റ്റ്ലി അസിമെട്രിക്കൽ അനിമൽസാണ്. അപ്പോൾ സിമെട്രി എന്താണെന്ന് ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഒരു ഓർഗാനിസത്തിനെ 2 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ സിമെട്രി പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ച് നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും അതിന് ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഓർഗാനിസത്തിനെ നമ്മൾ അസിമെട്രിക്കൽ അനിമൽസ് എന്നാണ് വിളിക്കുന്നത്. ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈ ഓർഗാനിസത്തിന് നമുക്ക് 2 ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു സിമെട്രിയാണ് ഈ ഓർഗാനിസത്തിനുള്ളത്. മറൈനാണ്, മോസ്റ്റ്ലി അസിമെട്രിക്കൽ അനിമൽസാണ്. പിന്നെ അടുത്തൊരു ഫീച്ചർ, ദേ ആർ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ അനിമൽസ് ആൻഡ് ഹാവ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. സെല്ലുലാർ ലെവല്, ടിഷ്യൂ ലെവല്, ഓർഗൻ ലെവല്, ഓർഗൻ സിസ്റ്റം ലെവലെന്ന് നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അതിൽ ഫസ്റ്റ് പ്രിമിറ്റീവ് ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് സെല്ലുലാർ ലെവൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ അനിമൽസ് ഒരു സെൽ അഗ്രിഗേഷനാണ്. കുറേ സെല്ലുകൾ കൂടെ ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു അനിമലാണ്. മൾട്ടി സെല്ലുലാറാണ്. അതിൻ്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സെല്ലുകൾ കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യുന്ന ഒരു ടിഷ്യൂസായിട്ട് ഈ അനിമൽസിൽ മാറിയിട്ടില്ല. അതായത് ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അടുത്ത ഹയർ ലെവലായ ടിഷ്യൂ ലെവലിലേക്ക് ഇവയുടെ ഓർഗനൈസേഷൻ മാറിയിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത ഈ ഓർഗാനിസംസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, പോറിഫെറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പോർ ബിയറിംഗ് അനിമൽസ് ആണ്. അതായത് ധാരാളം ഹോളുകളുണ്ട്. ഇവയുടെ ശരീരത്തിൻ്റെ പുറത്ത് ധാരാളം ഹോളുകളുണ്ട്. ആ ഹോളുകളെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത്. ഓസ്റ്റിയ. ഈ ഓസ്റ്റിയ എന്ന് പറയുന്ന ഹോളുകൾക്കകത്തുകൂടെ സീ വാട്ടർ അകത്തേക്ക് കടക്കുകയും ഇത് അകത്തൊരു ക്യാവിറ്റിയാണ്, ഒരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേര് സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. ആ സ്പോഞ്ചോസീലിലേക്ക് കടക്കുകയും ആ സ്പോഞ്ചോസീൽ വഴി ഓസ്കുലം എന്ന് പറയുന്ന ഒരു മൗത്തിൻ്റെ ഭാഗത്തൂടെ അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു കനാൽ സിസ്റ്റം ഈ പോറിഫെറയിൽ വരുന്ന അനിമൽസിന് കാണാൻ സാധിക്കും. സ്പോഞ്ചസ് ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. വാട്ടർ എൻറ്റേഴ്സ് ത്രൂ മൈന്യൂട്ട് പോർസ്, ഓസ്റ്റിയ എന്ന് പറയുന്ന മൈന്യൂട്ടായിട്ടുള്ള പോർസിൽ കൂടി എൻറ്റർ ചെയ്തിട്ട് ഇൻ ദ ബോഡി വാൾ ഇൻ ടു എ സെൻട്രൽ ക്യാവിറ്റി സ്പോഞ്ചോസീൽ. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ. ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം.
ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ വാട്ടർ പോകുന്ന ഒരു ഡയറക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം, വാട്ടർ അകത്തേക്ക് കടക്കുന്നു. ഏതുവഴി? ഓസ്റ്റിയ വഴി കടക്കുന്നു. എന്നിട്ട് എവിടെ എത്തുന്നു? സ്പോഞ്ചോസീലിലെത്തുന്നു. അടുത്തോ ഓസ്കുലത്തിലേക്ക്, ഓസ്കുലം വഴി വാട്ടർ പുറത്തേക്ക് പോകുന്നു. വാട്ടർ ഇൻ, ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം, ദെൻ വാട്ടർ ഔട്ട്. ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു കനാൽ സിസ്റ്റം ഈ പോറിഫറയിൽ വരുന്ന അനിമൽസിൽ കാണാൻ സാധിക്കും. ഈ പിക്ചറിൽ ഒന്നുകൂടെ കാണാം. ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം, ഓസ്റ്റിയ എന്ന് പറയുന്ന മൈന്യൂട്ട് പോർസ് നമുക്കിവിടെ കാണാം. ഇത് ഒന്നിലധികം സെൽ ലെയേഴ്സൊക്കെ നമുക്കിത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൽ ലെയേഴ്സിൽ കൂടെയൊക്കെ ഓസ്റ്റിയ എന്ന് പറയുന്ന ഹോളിനകത്തുകൂടെ വാട്ടർ അകത്തേക്ക് കടന്നിട്ട് സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ക്യാവിറ്റിക്കകത്തെത്തുന്നു. ആ ക്യാവിറ്റിയിൽ നിന്നും ഓസ്കുലം എന്ന് പറയുന്ന ആ ഒരു ഓപ്പണിംഗ് വഴി പുറത്തേക്ക് പോകുന്നു. ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം, 3 ടേമുകളും ഓർക്കുക. വാട്ടർ ട്രാൻസ്പോർട്ട് കൊണ്ട് എന്താണ് ഈ ഓർഗാനിസത്തിൻ്റെ നേട്ടം? എന്തൊക്കെ ഹെൽപ്പ് ഇതിനുണ്ട്? ഇതിനൊക്കെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നു നോക്കിക്കേ. ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. അപ്പോൾ ശരീരത്തിൽ പ്രധാനപ്പെട്ട 3 ഫങ്ഷൻ ഇതുവഴി നിറവേറ്റപ്പെടുകയാണ്. അപ്പോൾ വാട്ടർ, സീ വാട്ടർ ആയാലും ഫ്രഷ് വാട്ടർ ആയാലും ഈ ഓസ്റ്റിയ വഴി അകത്തേക്ക് കടക്കുമ്പോൾ ഇതിൽ കൂടെ മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസ് ഈ വെള്ളത്തിൽ കൂടെ ഇതിനകത്തേക്ക് എത്തും. ഈ എത്തുന്ന ഓർഗാനിസംസിനെ ഇത് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ലെയർ കവർ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആ സെൽസ് ഇതിനെ പിടിച്ചെടുക്കും. അപ്പോൾ ഫുഡ് ഗ്യാതറിങ് നടക്കും ഈ വാട്ടർ ട്രാൻസ്പോർട്ട് കൊണ്ട്. പിന്നെ എന്താ? റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കും. അതായത് വാട്ടറിൽ നിന്നുള്ള ഓക്സിജൻ സെല്ലിനകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും, സെല്ലിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും. പിന്നെ എന്തോ? റിമൂവൽ ഓഫ് വേസ്റ്റ്, വേസ്റ്റിൻ്റെ റിമൂവൽ നടക്കും. ഈ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴി മറ്റ് ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നുണ്ട്. ആ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിമൂവലും ഈ ഒരു പ്രോസസ്സ് വഴി നടക്കും. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം ഹെൽപ്സ് ഇൻ ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. ഇനി എന്താ കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് എന്ന് നോക്കാം. ഈ പിക്ചറിൽ നമുക്ക് കാണാം, ഇതാണ് സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ക്യാവിറ്റി. ഈ ക്യാവിറ്റിയുടെ അകവശത്തെ ആവരണം ചെയ്തുകൊണ്ടൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സെല്ലുകളുടെ പേരാണ് കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് എന്ന് വിളിക്കുന്ന സെൽസ്. കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ കനാൽസ്. അപ്പോൾ ഈ കനാലിനെയും അതുപോലെ ഈ സ്പോഞ്ചോസീലിനെയും ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസാണ് കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ്. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി, വാട്ടർ കനാൽ സിസ്റ്റം വഴി വെള്ളം അകത്തേക്ക് കടക്കുമ്പോൾ ആ വെള്ളത്തിനൊരു മൂവ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലാജെല്ലേറ്റഡ് സെൽസ് വേണം. ഈ ഫ്ലാജെല്ല മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം ഇതിനകത്തൂടെ കയറി ഇവിടെ കൂടെ പുറത്തിറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ കനാൽസ്. ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലാർ. സ്പോഞ്ചസിൻ്റെ മറ്റൊരു പെക്യൂലിയേരിറ്റിയാണ് ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലാർ. അപ്പോൾ ഡൈജഷന് നമുക്ക് 2 ടൈപ്പിൽ പറയാം. ഇൻട്രാസെല്ലുലാർ ഡൈജഷനും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. സെല്ലിനകത്ത് വെച്ച് നടക്കുന്ന ഡൈജഷനാണ് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ. സെല്ലിനകത്ത് വെച്ച് ഡൈജഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? ഈ ഒരു ഫുഡ് പാർട്ടിക്കിള് ഈ വാട്ടർ ഇതിനകത്തേക്ക് കടക്കുമ്പോൾ, ഈ ഓസ്റ്റിയക്കകത്തൂടെ വാട്ടർ കടക്കുമ്പോൾ അതിലൂടെ മൈന്യൂട്ടായിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് അകത്തേക്ക് കടക്കുമെന്ന് പറഞ്ഞു. ഈ ഫുഡ് പാർട്ടിക്കിള് നേരെ സെല്ലിനകത്തേക്ക് കടക്കും. ഈ സെല്ലിനകത്തെത്തിയിട്ട് സെല്ലിനകത്ത് വെച്ചിട്ടുള്ള മറ്റ് എൻസൈംസിൻ്റെയൊക്കെ സഹായത്താൽ ഈ ഫുഡ് പാർട്ടിക്കിളിനെ ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ഫുഡ് പാർട്ടിക്കിളുള്ള ന്യൂട്രിയൻസ് സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ നടക്കുന്ന ഡൈജഷനാണ് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ. എന്നാൽ സെല്ലിൻ്റെ പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഡൈജഷൻ്റെ കാര്യം തന്നെ ഒന്ന് പരിഗണിച്ച് നോക്കിയാൽ, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജഷൻ ആരംഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൗത്താണ്. മൗത്തിനകത്ത് ഫുഡ് വെച്ചിട്ട് നമ്മൾ ചവയ്ക്കുമ്പോൾ ആ ഫുഡ് മൗത്തിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഉമിനീർ,
സലൈവയിലുള്ള സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ഫുഡിലെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്രൈഡാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഇനിഷ്യൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ മൗത്തിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രാ സെല്ലുലർ, സെല്ലിൻ്റെ പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷനാണ്. എന്നാൽ അകത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റൊമക്കിനകത്തേക്കും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ സെല്ലിൻ്റെ പുറത്ത് വെച്ച് ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്നുവെങ്കിലും പിന്നെ ബ്ലഡിലേക്ക് ഈ ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഡൈജഷൻ 2 ടൈപ്പ് ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനുണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനുണ്ട്. അപ്പോൾ ഈ ഒരു പോറിഫറയെ സംബന്ധിച്ച് ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ, സെല്ലിനകത്ത് വെച്ചാണ് ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത്. The body is supported by a skeleton made up of spicules or spongin fibers. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ നിവർത്തി നിർത്താൻ സഹായിക്കുന്നത് നമുക്കൊരു സ്കെലിറ്റൽ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്, ബോൺസ് ഉള്ളതുകൊണ്ടാണ്. ഈ ഓർഗാനിസംസും ഇതൊക്കെ മിക്കവാറും എല്ലാം സെഡൻറ്ററി ഓർഗാനിസംസ് ആണ്, സെസൈൽ ഓർഗാനിസംസ് ആണ്, അതായത് എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ ഓർഗാനിസത്തിനും അതിനൊന്ന് സ്റ്റിഫ്നെസ് കിട്ടണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻസിൻ്റെ സഹായം കൊണ്ടാണ് ഇതിന് ഒരു ഇറക്റ്റ് പൊസിഷൻ അതിന് കിട്ടുന്നത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ സ്പോഞ്ചസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്കെലിറ്റൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ്. The body is supported by a skeleton made up of spicules or spongin fibers. Sexes are not separate. That is another term, പുതുതായിട്ട് പരിചയപ്പെടുന്ന ഒരു ടേമാണ് ഹെർമാഫ്രൊഡൈറ്റ്. ഹെർമാഫ്രൊഡൈറ്റ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ തന്നെ കാണുന്നുവെങ്കിൽ അത്തരം ഓർഗാനിസംസിനെ വിളിക്കുന്ന ഒരു ടേമാണ് ഹെർമാഫ്രൊഡൈറ്റ്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ അറിയാം, നമ്മുടെ മെയിലും ഫീമെയിലും ആണും പെണ്ണും വേറെ വേറെ ജീവികളാണ്. എന്നാൽ ഈ പോറിഫറയെ സംബന്ധിച്ചിടത്തോളം മെയിൽ പോറിഫറ എന്നും ഫീമെയിൽ പോറിഫറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേർതിരിവ് ഇതിനകത്തില്ല. ഒരേ ഓർഗാനിസം തന്നെ എഗ് സെല്ലും പ്രൊഡ്യൂസ് ചെയ്യും, സ്പേം സെല്ലും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന ഒരു ടേമാണ് ഹെർമാഫ്രൊഡൈറ്റ്. ദാറ്റ് ഈസ് എഗ്സ് ആൻഡ് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇൻഡിവിജ്വൽ. അപ്പോൾ പോറിഫറയിൽ വരുന്ന അനിമൽസ് എല്ലാം ഹെർമാഫ്രൊഡൈറ്റ് അനിമൽസ് ആണ്. ദാറ്റ് മീൻസ് എഗ്സ് ആൻഡ് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇൻഡിവിജ്വൽ. ആൺജീവി എന്നും പെൺജീവി എന്നും വേറെ വേറെ ജീവികൾ പോറിഫറയിലില്ല. ഒരേ ജീവിയിൽ തന്നെ മെയിൽ ഫീമെയിൽ ഗമീറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് പോറിഫറയ്ക്കുള്ളത്. അതുകൊണ്ട് ആ പോറിഫറയിൽ വരുന്ന അനിമൽസിനെ വിളിക്കുന്ന ഒരു ടേമാണ് ഹെർമാഫ്രൊഡൈറ്റ്. ഓർക്കുക, സെക്സസ് നോട്ട് സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ സെപ്പറേഷൻ ഇല്ല, അതിന് വിളിക്കുന്ന ഒരു സിംഗിൾ ടേമാണ് ഹെർമാഫ്രൊഡൈറ്റ്. സ്പോഞ്ചസിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. സ്പോഞ്ചസ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് സെക്ഷലി ബൈ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്നുള്ളത് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു പോയിട്ട് ആ മുറിഞ്ഞു പോകുന്ന ഭാഗങ്ങളിൽ നിന്നും പുതിയ ജീവികൾ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ പോറിഫറയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. ഈ സെക്ഷലി റീപ്രൊഡ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് സ്പേമും എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്ത് അത് രണ്ടും തങ്ങളിൽ മീറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു സൈഗോട്ട് ഉണ്ടായി അത് ഡെവലപ്പ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറുമ്പോഴാണ് അതിന് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 2 രീതിയിലുള്ള റീപ്രൊഡക്ഷനും പോറിഫറയിൽ നടക്കുന്നുണ്ട്. അസെക്ഷലി ബൈ ഫ്രാഗ്മെൻറ്റേഷനും സെക്ഷലി ബൈ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സും. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് അഡൽട്ട് ഓർഗാനിസവുമായിട്ട് യാതൊരു സാമ്യതയും ഉണ്ടാവില്ല. അങ്ങനെ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ലാർവ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലാണ്, ശരീരത്തിനകത്ത് വെച്ചാണ് മെയിൽ ഫീമെയിൽ ഗമീറ്റുകൾ തങ്ങളിൽ ഫ്യൂസ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് അല്ല. അപ്പം മാതൃജീവിയിൽ നിന്നും
ശാരീരിക പ്രകൃതത്തിൽ മോർഫോളജിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ഓർഗാനിസമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ ലാർവൽ സ്റ്റേജ് എന്ന് വിളിക്കും. ലാർവൽ സ്റ്റേജ് എന്ന് വിളിക്കും. ഇപ്പോൾ ഫ്രോഗിൻ്റെയൊക്കെ ലാർവൽ സ്റ്റേജ് വാൽമാക്രി അല്ലെങ്കിൽ ടാഡ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ പോറിഫറയിലും അതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടാകുന്ന കുട്ടി എന്ന് പറയുന്നത് മാതൃജീവിയോട് മോർഫോളജിക്കലി സിമിലർ അല്ല. അപ്പോൾ അങ്ങനെ ഡിസിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് ലാർവ. ആ ലാർവ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസമായിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്, ഹാവിങ് എ ലാർവൽ സ്റ്റേജ് വിച്ച് ഈസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ അഡൽട്ട്. ഇനി എക്സാമ്പിൾസ് പരിചയപ്പെടാം. പോറിഫറയുടെ എക്സാമ്പിൾസ് പരിചയപ്പെടാം. സൈക്കോൺ അഥവാ സ്കൈഫ എന്ന് പറയുന്നത് ഒരു അനിമൽ. സൈക്കോൺ അല്ലെങ്കിൽ സ്കൈഫ. ദെൻ അനദർ എക്സാമ്പിൾ സ്പോഞ്ചില്ല ഓർ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക, മിക്കവാറും എല്ലാ പോറിഫറയും മറയിലാണ്, കടലിലാണ് കാണുന്നത്. എന്നാൽ സ്പോഞ്ച് ഇല്ല എന്നുള്ള വാർത്ത ഇവിടെ ഓർത്താൽ മതി. സ്പോഞ്ച് ഇല്ല, അത് ഫ്രഷ് വാട്ടറിലുള്ളതാണ്. ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. സ്പോഞ്ച് ഇല്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. Then another example is Euspongia or bath sponge. അപ്പോൾ ഇതാണ് യു മീൻസ് ട്രൂ, ശരിക്കുള്ള സ്പോഞ്ച്. അത് കാണുന്നത് എന്തിനെ പോലെ തന്നെ ഇരിക്കും? സ്പോഞ്ചിനെ പോലെ തന്നെ ഇരിക്കും. ബാത്ത് സ്പോഞ്ച് അല്ലെങ്കിൽ യൂസ്പോഞ്ചിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഫൈലം പോറിഫറയുടെ കോമൺ ഫീച്ചേഴ്സ് ഒന്നുകൂടെ നോക്കാം. മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. സ്പോഞ്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ ആർ ജനറലി മറൈൻ ആൻഡ് മോസ്റ്റ്ലി അസിമെട്രിക്കൽ അനിമൽസ്. മറൈനാണ്, അസിമെട്രിക്കൽ അനിമൽസ് ആണ്. They are primitive. These are primitive multicellular animals and have a cellular level of organization. ഇവയുടെ level of organization cellular level of organization ആണ്. Sponges have a water transport or canal system. Water transport അല്ലെങ്കിൽ ഒരു canal system ഉണ്ട്. Water enters through minute pores. Ostia എന്ന് പറയുന്ന പോർസിനകത്തൂടെ കടക്കുന്നു. In the body wall into a central cavity, spongiocele. സ്പോഞ്ചോസീൽ എന്നൊരു ക്യാവിറ്റിക്കകത്തേക്ക് കടക്കുന്നു. ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ദ ഓസ്കുലം. ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു. ദിസ് പാത്ത് വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ഹെൽപ്ഫുൾ ഇൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് സഹായിക്കുന്നു? ഫുഡ് ഗ്യാതറിംഗ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, റിമൂവൽ ഓഫ് വേസ്റ്റ്. കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് ലൈൻസ് ദ സ്പോഞ്ചോസീൽ ആൻഡ് കനാൽ. സ്പോഞ്ചോസീലും കനാലുകളെയും ആവരണം ചെയ്തുകൊണ്ട് കൊവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ് കാണപ്പെടുന്നു. ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലാർ. ഡൈജഷൻ നടക്കുന്നത് സെല്ലിനകത്താണ്. സോ ഇറ്റ് ഈസ് ഇൻട്രാസെല്ലുലാർ. ദ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്കെലിട്ടൺ മേഡപ്പ് ഓഫ് സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു സ്കെലിട്ടൺ ഇവയ്ക്കുണ്ട്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ഹെർമാഫ്രൊഡൈറ്റ് ഓർഗാനിസംസ് ആണ്. ദാറ്റ് ഈസ് എഗ്സ് ആൻഡ് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇൻഡിവിജ്വൽ. Sponges reproduce asexually by fragmentation and sexually by formation of gametes. Asexual reproduction fragmentation വഴിയും sexual reproduction gamete formation വഴിയും ആണ്. Fertilization is internal and development is indirect. Internal fertilization ആണ്, ശരീരത്തിനകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്, കാരണം അതിനൊരു ലാർവൽ സ്റ്റേജ് ഉണ്ട് വിച്ച് ഈസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ അഡൽട്ട്. ഇത്രയും കാര്യങ്ങളാണ് പോറിഫറ എന്ന് പറയുന്ന ഫൈലത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. For video lessons, please subscribe TLP's biology classes. Thank you.